അടുക്കളത്തോട്ടം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കറ്റാർവാഴ എങ്ങനെ നടാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇനി കറ്റാർവാഴ നല്ല രീതിയിൽ തഴച്ചു വളരുന്നത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കറ്റാർവാഴ എങ്ങനെ നടന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് കാണാം. അപ്പോൾ നേരെ ആ വീഡിയോയിലേക്ക് പോവാം. പോട്ടിംഗ് മിശ്രിതം നമ്മൾ റെഡിയാക്കാൻ പോവാണ്. ഇവിടെ ഞാൻ ചരൽ ചേർന്ന മണ്ണ്, ചാണകപ്പൊടി, കമ്പോസ്റ്റ് വളം എന്നിവ 2:1:1 എന്ന അനുപാതത്തിലാണ് എടുക്കുന്നത്. ഇവ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. ഇവിടെ ചട്ടിയിലാണ് നടുന്നത്. ഇത് തറയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. നിലത്തൊക്കെ നടന്നവർ ശ്രദ്ധിക്കുക, കഴിവതും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊന്നും കറ്റാർവാഴ നടാതെ നീർവാഴ്ചയുള്ള സ്ഥലത്ത് നടാൻ ശ്രദ്ധിക്കുക. കഴിവതും കറ്റാർവാഴ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ സസ്യത്തിന്, കറ്റാർവാഴ എന്ന് പറയുന്ന സസ്യത്തിന് നല്ല രീതിയിൽ വെയിൽ ആവശ്യമാണ്. ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ നട്ടാൽ വെള്ളം വാർന്നു പോകുന്ന സംവിധാനം ഉറപ്പുവരുത്തണം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഈ പോട്ടി മിശ്രം മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ചരൽ മണ്ണാണ് ഉപയോഗിക്കുന്നത്. ചരൽ മണ്ണ് ഉപയോഗിക്കാൻ കാരണം വെള്ളം വാർന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ചട്ടിയുടെ പകുതി ഭാഗത്ത് മണ്ണ് നിറച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പഴത്തൊലി ഇട്ട് കൊടുക്കാം. പഴത്തൊലി ഇട്ടാൽ കറ്റാർവാഴ നല്ല രീതിയിൽ തഴച്ചു വളരും. അതിനുവേണ്ടിയാണ് പഴത്തൊലി ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ചുകൂടി പോട്ടിംഗ് മിശ്രിതം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കറ്റാർവാഴയുടെ തൈ നട്ടു കൊടുക്കാം. കറ്റാർവാഴ നടുമ്പോൾ അധികം ആഴത്തിൽ കുഴിയെടുക്കാതെ ചെറുതായിട്ട് മാത്രം കുഴിയെടുത്ത് അതിൽ നടുന്നതായിരിക്കും ഉത്തമം. വേര് സൈഡിലൂടെയാണ് കൂടുതലായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് പോവുക. പിന്നീട് ഈ വേരിൽ നിന്നാണ് അടുത്ത തൈകൾ പൊട്ടിമുളയ്ക്കുന്നത്. നമ്മൾ അധികം ആഴത്തിലാണ് കറ്റാർവാഴ നടുന്നതെങ്കിൽ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ പുതിയ തൈകൾ ഉണ്ടാവാനും താമസം വരും. കറ്റാർവാഴ നിലത്ത് നടുന്നവർ മഴക്കാലം കഴിഞ്ഞ് നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചട്ടിയിലോ ഗ്രോ ബാഗിലോ ആണ് നിങ്ങൾ നടുന്നതെങ്കിൽ മഴക്കാലത്ത് ഷെയ്ഡിലേക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കറ്റാർവാഴയെക്കുറിച്ചുള്ള പല ഇൻഫർമേഷനും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെ മറ്റ് വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഗുഡ് ബൈ.